ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 18ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ഞായറാഴ്ചകളായിട്ട് അപ്പത്തിൻ്റെ രുചിയുള്ള, അപ്പത്തിൻ്റെ മണമുള്ള ഞായറാഴ്ചകളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം എല്ലാ ഞായറാഴ്ചകളിലും വചനത്തിൽ മുറിക്കപ്പെടുന്നത് അപ്പം തന്നെയാണ്, അല്ലെങ്കിൽ അപ്പത്തെക്കുറിച്ചാണ് നമ്മൾ മുറിക്കുന്നത്. ഇന്നും അതുതന്നെയാണ് നമ്മൾ വായനകളിൽ കാണുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പിറുപിറുക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിന്നും അപ്പം അയച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മുടെ ആ പഴയ ജീവിതമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ ധരിക്കാനാണ് പറയുന്നത്. ദൈവത്തെ ശരീരമായിട്ട് നമ്മൾ ധരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഞാനാണ് ജീവൻ്റെ അപ്പം എന്നുള്ള ആ ഒരു ബോധ്യം നൽകുന്ന വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ വചനഭാഗത്തിനകത്ത്, സുവിശേഷത്തിനകത്ത് 3 കാര്യങ്ങളാണ് എനിക്ക് ധ്യാനിക്കാൻ തോന്നിയത്. ഏറ്റവും ആദ്യത്തേത്, കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന ജനങ്ങളുണ്ട്. ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ജനങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അത് നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല, മറിച്ച് നിങ്ങൾ അപ്പം തിന്ന്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട ആ ഒരു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് ആ സാഹചര്യത്തിന് ശേഷം വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് നിങ്ങളങ്ങനെ അപ്പം തിന്ന് വയറ് നിറഞ്ഞതിൻ്റെ, ആ വയറ് നിറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് കർത്താവ് പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ട് കുറേ അധ്വാനിക്കുന്നുണ്ട്. നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുത്, മറിച്ച് നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിൻ്റെ, മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ ദൈവത്തിന് ഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ദൈവത്തിന് ഹിതമനുസരിച്ച് ഞങ്ങൾ എങ്ങനെ ജീവിക്കേണ്ടത്? അപ്പോൾ അതിന് ഉത്തരമായിട്ട് കർത്താവ് പറയുന്നത്, അവനെ അയച്ചവൻ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ അയച്ചവനെ വിശ്വസിക്കണം എന്ന് പറയുന്നതിന് ശേഷം കർത്താവ് കൃത്യമായിട്ടും അതിനൊരു പൂർണ്ണത നൽകുന്നുണ്ട്. എന്താണ് അയച്ചവൻ എങ്ങനെ വിശ്വസിക്കണം? ഞാനാണ് ജീവൻ്റെ അപ്പം എന്നുള്ള കാര്യം വിശ്വസിക്കാൻ. എൻ്റെ അടുത്തേക്ക് വരുന്നവൻ ഒരിക്കലും വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തേത്, ഈ ആളുകൾ കർത്താവിനെ അന്വേഷിച്ചതിനെക്കുറിച്ച്. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളോട് എവിടെയോ പറയുന്നില്ലേ, നീയും എന്നെ അന്വേഷിക്കുന്നത് ഈ ഒരു വയറ് നിറഞ്ഞത് കൊണ്ടല്ലേ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നില്ല എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്തിനാണ് ഒരു പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകുന്നതിന് പല കാരണങ്ങളാണ്. ഉത്തരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, കുമ്പസാരിക്കണം, പാപമോചനം കിട്ടണം. രണ്ടാമത്തേതൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ആകുലതകളൊക്കെ കർത്താവിനോട് പറയണം, എനിക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടണം, എൻ്റെ കാര്യങ്ങൾ കർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കണം, കിട്ടിയതിന് കർത്താവിനോട് നന്ദി പറയണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. അപ്പോൾ കർത്താവ് നമ്മളോടും ചോദിക്കുന്നൊരു കാര്യം എന്താണ്? കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം എന്ന രീതിയിൽ വരരുത്, മറിച്ച് നമ്മൾ കുറച്ചും കൂടി കർത്താവിൻ്റെ ഒപ്പമായിരിക്കും, സ്നേഹത്തോടു കൂടി സന്തോഷത്തോടെ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ലല്ലോ, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇല്ല, നിങ്ങളൊന്ന് മാറ്റി നിന്ന് ശ്രമിച്ചു നോക്കാം. കുറച്ച് നേരം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് വെറുതെ ഈശോയുടെ ഒപ്പമായിരിക്കാൻ, വെറുതെ ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ കർത്താവിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. കർത്താവ് നമുക്ക് പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചോദിക്കാതെ തരുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. എന്നിട്ട് പിന്നെയും കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ചോദിച്ചോ, പക്ഷേ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരിക്കലും ഈ നശ്വരമായ ശരീരത്തിന് അല്ലെങ്കിൽ നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചോദിക്കേണ്ടത്, അനശ്വരമായതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കണം എന്നുള്ള കാര്യമാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു അതിലേറ്റവും മനോഹരമായിട്ട് കർത്താവ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുതെന്ന് കർത്താവ് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. മറിച്ച് മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വളരെ കൃത്യമായിട്ടും സിഗ്നിഫിക്കൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് നമ്മളൊരു സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട്, ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്രത്തോളം നമ്മൾ ഒരുങ്ങാറുണ്ട്? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഹോംവർക്ക് ചെയ്യാറുണ്ട്, ഉടുപ്പും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാറുണ്ട്. ജോലിക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ. ഈവൻ ഒരു മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ മേടിക്കണം എന്നൊരു ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സഞ്ചിയോ നമ്മൾ കൈ കരുതാറുണ്ട്. ഒരുക്കത്തോടെയാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പള്ളിയിലേക്ക് വരുമ്പോൾ, ഒരു കുർബാനയ്ക്ക് വരുമ്പോൾ എത്രത്തോളം നമ്മൾ ഒരുങ്ങാറുണ്ട്? കുളിച്ചൊരുങ്ങുന്നതിനപ്പുറത്തേക്ക് അതിനുവേണ്ടി മാനസികമായിട്ട് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രയത്നം നമ്മൾ എടുക്കാറുണ്ടോ? ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരുക്കം, സഭ പറയുന്ന പഴയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക എന്ന് പറയുന്നത് മുമ്പും പിൻപുമാണ്. കുർബാനയ്ക്ക് മുമ്പും കുർബാനയ്ക്ക് ശേഷമാണ്.
ഈ ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളെന്ന് പണ്ട് ആദ്യോരാന സ്വീകരണത്തിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ എന്താണ്? കൃപയിലായിരിക്കുക. കൃപയിലായിരിക്കുക. രണ്ടാമത്തേത് 1 മണിക്കൂറെങ്കിലും ഉപവസിക്കുക. മൂന്നാമത്തേത് വേണ്ടത്ര ഒരുക്കവും ഭക്തിയും ഉണ്ടായിരിക്കുക. ഈ 3 കാര്യങ്ങളാണ്. എത്രത്തോളം നമ്മളിതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുർബാനയ്ക്ക് ശേഷം, പണ്ട് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു വരുമായിരുന്നു, കുർബാനയ്ക്ക് ശേഷം വെള്ളം കുടിച്ചിട്ട് മാത്രം ബാക്കി എന്തെങ്കിലും കഴിക്കാൻ പാടില്ലെന്ന്. അത്രത്തോളം അങ്ങനെ ഒരു കുർബാനയ്ക്ക് ശേഷമുള്ളൊരു കാര്യം നമ്മൾ വേണം. പിന്നെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യമാണ്, കുർബാനയ്ക്ക് ശേഷം നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യും. സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരു കാര്യങ്ങൾ ഒന്ന് ഒതുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ജോലിയുടെ ആണെങ്കിലും അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് വീട്ടിൽ വന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്ന് ഒതുക്കുന്ന ആൾക്കാർ. മാർക്കറ്റിൽ നിന്നാണെങ്കിൽ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ അത് അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകുന്നില്ല, അതെവിടെയെങ്കിലും ഒതുക്കി വെക്കുന്നുണ്ട്, എല്ലാം ഒതുക്കുന്നുണ്ട്. പക്ഷേ ഒരു കുർബാനയ്ക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ കൃപ അത് ഞാനൊന്ന് ഒതുക്കുന്നുണ്ടോ എൻ്റെ വീട്ടിലേക്ക്? അതെൻ്റെ വീട്ടിലേക്ക് കൃത്യമായിട്ടും ആവശ്യം വരുന്ന രീതി, എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് ഒതുക്കുന്നുണ്ടോ? ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കുർബാനയ്ക്ക് ശേഷം ഒന്ന് ഇതുണ്ടോ, പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയാണ്, പക്ഷേ പള്ളി വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോയതിന് ശേഷം ഒന്ന് നടയിൽ നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ കൃപ എൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് ഒരു വാക്ക് നമ്മളെ കൊണ്ട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം എത്രത്തോളം മാറും. ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ, നമ്മൾ ഒരുങ്ങണമെങ്കിലും കുർബാനയ്ക്ക് ശേഷം കാര്യങ്ങൾ ചെയ്യണമെങ്കിലും മനസ്സിലാക്കുക, ഒറ്റ കാര്യമാണ് നമുക്ക് വേണ്ടത്, ബോധ്യമാണ്, ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എന്താ വേണ്ടത്? കർത്താവാണ് ഞാൻ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുന്നത് ജീവൻ്റെ അപ്പമാണെന്നുള്ള ബോധ്യം. ജീവൻ്റെ അപ്പമാണുള്ളത് ബോധ്യം, അത് വേണം. അതില്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ സ്വീകരിക്കുന്നത് ജീവൻ്റെ അപ്പമാണെന്നുള്ള ബോധ്യം. പരിചയമുള്ള കോട്ടപ്പുറത്തെ ഡയസച്ചൻ പണ്ട് പറഞ്ഞ ഒരു സംഭവം അല്ലെങ്കിൽ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് എല്ലാ ദിവസവും കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട് അച്ഛൻ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ദിവ്യാനം സ്വീകരിക്കുകയും ചെയ്യുന്നതിന് ശേഷം ഒരു ദിവസം അച്ഛൻ ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രത്തോളം ഭക്തിയുടെ കാരണം എന്താണ്? ഇത്രത്തോളം ആഗ്രഹത്തോടെ ഈശോയെ സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആ കുഞ്ഞ് പറഞ്ഞ ഉത്തരം വളരെ 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 സിമ്പിളാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മണ്ടത്തരമാണ്, പക്ഷേ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മളൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ആ കുഞ്ഞ് പറഞ്ഞത്, ഞാൻ സ്വീകരിക്കുന്ന ഓരോ ദിവ്യകാരുണ്യവും അതെൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും താല്പര്യത്തോട് പിന്നെയും ഈശോയെ സ്വീകരിക്കുമ്പോൾ അതെൻ്റെ ശരീരത്തിലൊരു ചെറിയ ഭാഗമായിട്ട് അത് മുഴുവൻ ഏറ്റവും അവസാനം എൻ്റെ ശരീരം മുഴുവൻ ഈശോയുടെ ശരീരമായിട്ട് മാറുന്നൊരു ദിവസമായിട്ട് വരും. ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ചിന്തയാണ്. നമ്മൾ വിചാരിക്കും ബാലിശമായിട്ടുള്ള ചിന്തയാണ്, പക്ഷേ അതിൻ്റെ ഒരു ആ കുഞ്ഞിനെ ഞാൻ സ്വീകരിക്കുന്നത് വെറുതെ ഒരു ഓസ്തിയല്ല, മറിച്ച് ഇത് ജീവൻ്റെ ശരീരമാണ്, ജീവൻ്റെ അപ്പമാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ജീവൻ്റെ ശരീരമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നാ ബോധ്യം. ഞാൻ പറയുന്നു, അത് നമുക്കെവിടെയും നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? ഇന്ന് ഈ ഒരു ബലിയർപ്പിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു ഞായറാഴ്ച ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഞാൻ എത്രത്തോളം കർത്താവിനെ അന്വേഷിക്കുമ്പോൾ വയറ് നിറയാൻ വേണ്ടിയിട്ട് ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. രണ്ടാമത്തേത്, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നശ്വരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ? അനശ്വരമായതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുന്നുണ്ടോ? എൻ്റെ നശ്വരമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ ഒരുങ്ങുന്നുണ്ട്, പക്ഷേ അനശ്വരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഒരുങ്ങുന്നുണ്ട്? എൻ്റെ കുർബാനയ്ക്ക് ശേഷം എത്രത്തോളം ഞാൻ ആ കൃപ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്? മൂന്നാമത്തേത്, വിശ്വസിക്കുന്നുണ്ടോ ദിവ്യകാരുണ്യത്തിലെ കർത്താവാണെന്നുള്ള ബോധ്യം, അത് കർത്താവിൻ്റെ ശരീരമാണെന്നുള്ള ബോധ്യം എനിക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.